ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ പിന്നെ കൺമണിയെ വിളിക്കാം കേട്ടോ ക്രഷ്, നീ എൻ്റെ ക്യാബിൽ നിൻ്റെ തൊട്ടടുത്ത് ഉണ്ടാവുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാവാറുണ്ട്. ഇപ്പോൾ ഇനി പോയപ്പോൾ നീ എന്തോ പോലെയായി എന്ന് പറയുന്നു. അതൊന്നും സാരമില്ല, നമുക്ക് ആ മീറ്റിങ്ങിൽ തന്നെ കാണാമല്ലോ സാർ. എനിക്ക് പൊതുവേ അവിടെ ഇരുന്നൊരു ശ്വാസം മുട്ടലാണ്. എൻ്റെ സ്ഥാനം ഇവിടെയാണ്, ഇവിടെ ആകുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടെന്ന് പറയുന്നു. കൺമണിയുടെ സന്തോഷത്തിന് ഒരിക്കലും ഞാൻ എതിര് നിൽക്കില്ല, അങ്ങനെ തന്നെ ആവട്ടെ, നമുക്കൊന്ന് മീറ്റിങ്ങിൽ വെച്ച് കാണാമെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം മീറ്റിംഗ് നടക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ ഇടയിൽ കാണിക്കുക കേട്ടോ ശങ്കറിനെയും അല്ല നമ്മുടെ ബാലുവിനെയും അതുപോലെ തന്നെ ക്രിമിനൽ ലോയറിനെയും സുമിത്രേനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ബലരാമനെ പെട്ടെന്ന് പുറത്തിറക്കണം, സാഗർ വരണ കാര്യം ഇവരറിയുന്നുണ്ട്. എന്തായാലും സാഗറിനെ ജാമ്യത്തിൽ അവരിറക്കും. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാഗർ വരുമ്പോഴത്തേനും ബലരാമൻ്റെ മനസ്സിൽ ആ ഒരു വിഷം കുത്തി നിറയ്ക്കണം നമുക്ക്. എന്നാലാണ് സാഗറിനെ കൊല്ലാനുള്ള പക അവനിൽ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ടോ. അങ്ങനെ അവർ പ്ലാൻ ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട്. പിന്നീട് കാണിക്കുന്നത് അലിഗയിൽ തന്നെയാണ്. ആ മീറ്റിങ്ങിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് കൺമണി വരച്ച സൂപ്പർ കൺമണി വരച്ചിട്ടുള്ള ഡിസൈൻ തന്നെയാണ് എനിക്ക് വേണ്ടത്, അതാണ് സൂപ്പറായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് കൺമണിയുടെ അടുത്തിരിക്കുന്ന മാനസയും അതുപോലെ ശ്രീദേവിയൊക്കെ ചമ്മി നാറുന്നുണ്ട് കേട്ടോ. എന്തായാലും ശ്രീദേവിയുടെ ഡിസൈൻ ഒന്നും കൺമണിയുടെ മുന്നിൽ പോവില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ മാനസയ്ക്കാണെങ്കിലോ കൺമണിയെ ജയിക്കണം, അതിന് വേണ്ടിയിട്ടാണല്ലോ ശ്രീദേവിനെ വരെ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനസ വലിയ രീതിയിൽ വെല്ലുവിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്ന സ്റ്റാഫുകളുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ. എന്തായാലും കൺമണി ഇനി ഡിസൈൻ ചെയ്യില്ല, അത് ശ്രീദേവി ആയിരിക്കും ചെയ്യുക എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. പക്ഷേ അവിടെ ദേവിജിയും അതുപോലെ നമ്മുടെ മഹിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേന് ഈ ഒരു കാര്യത്തിൽ ദേവിജി ഒരിക്കലും തന്നെ മാനസിക സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഡിസൈനിങ് സെക്ഷൻ എൻ്റെ കീഴിലാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനായിരിക്കും. കൺമണി തന്നെ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ കൺമണി തന്നെ ചെയ്തിരിക്കും, അതിന് ആരും ഒരു കാര്യം പറഞ്ഞിരിക്കേണ്ട. എൻ്റെ ഉത്തരവിന് അനുകൂലമായിട്ട് തന്നെ എല്ലാവരും നിൽക്കുക, അതിന് സാഗർ പോലും എതിർത്ത് നിൽക്കില്ല എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ അവിടെയും നമ്മുടെ മാനസം നാറുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും ദേവജിയുടെ വീട്ടിൽ കാണിക്കുന്നത് മഹിയാണ്. അപ്പോഴത്തേനും മഹിക്ക് ഒരുപാട് സന്തോഷമാവാണ്. ദേവജി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺമണി പിന്നെ വിജയിച്ചല്ലോ, ഒരുപാട് സന്തോഷമായിട്ട് ഷെയ്ക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. നീ സൂപ്പർ കൺമണിയാണ്, നീ കിടിലാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. മാനസിക ശ്രീദേവിക്ക് നല്ല പണി കൊടുത്തു, എന്തായാലും നല്ല സന്തോഷം എന്ന് പറയുന്നു. പിന്നെ ദേവിജിയുടെ വീട്ടിൽ പോയിട്ട് മഹിയുണ്ട് അവിടെ. അതിനുശേഷം തന്നെ ക്രഷ് പറയുന്നുണ്ട്, മാനസ ചമ്മി നാറിയത് ഞാൻ കാണാൻ പറ്റിയില്ലല്ലോ, അതെനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയുന്നു. അത് സാരല്ല, നാളെ മാനസ വേറെ എന്തെങ്കിലും പണിയായിട്ട് വരും, അപ്പോഴും ദേവിജിയുടെ ആ സംസാരം കേട്ടിട്ട് അവൾ വീണ്ടും നാറും, നീ പിന്നെയും കണ്ടോ എന്ന രീതിയിലൊക്കെ കൃഷ്ണനോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. എന്തായാലും കൺമണിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെയും മാനസയും ശ്രീദേവിയും പിന്നെയും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. തോൽക്കുന്നത് അവർ തന്നെയായിരിക്കും. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ട് പ്രമോ കഴിയുന്ന എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.